ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി പറയാണ്, ഈ മഞ്ചാടി ഇപ്പോൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെങ്കിൽ നമ്മുടെ ഗോകുലിന് ഇനിയും പ്രശ്നങ്ങളാവോ എന്നൊരു പേടി എനിക്കുണ്ട്. ഗോകുൽ ഇനി പുറത്തിറങ്ങാത്ത ആ ഒരു ഇതാവുമോ, ഇനിയിപ്പോൾ ഗോകുലിൻ്റെ പ്രശ്നം കൊണ്ടാണോ മഞ്ചാടി ഇതിന് ശ്രമിച്ചതെന്ന് അറിയില്ല. എന്താ ഈശ്വര, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ എന്തുവിനോട് പറയുമ്പോൾ എന്ത് പറയാണ്, അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാ ബ്ലഡ് കൊടുക്കുന്നത്? മഞ്ചാടിയെയും മാഷിനെ പോലെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ ഗോകുലേട്ട നിരപരാധിയാണെന്ന് അവരറിയും അച്ഛാ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ, ഒരു ജീവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരാളെ സഹായിച്ചെന്ന് കരുതി അത് നല്ല കാര്യമല്ലേ? അയാൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒന്നല്ലെങ്കിൽ നമ്മുടെ മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ, അവന് ജീവനല്ല ആ പെൺകുട്ടിയെ. അവൾ മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളെ ഗോകുലിൻ്റെ സ്നേഹം എത്രമാത്രം ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്ന്. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അവനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം മാഷു ഓടി വരികയാണ് തൻ്റെ മകളെ കാണാൻ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങാണ്. അപ്പോൾ ഈ സമയം ശബരി അപ്പുറത്തുണ്ടാവും കേട്ടോ. അങ്ങനെ ശബരിയും അതുപോലെ ധനനുമാണ് ഉണ്ടാവുക. അപ്പോഴേക്കും മാഷു ഓടി വരുന്നത് കാണുമ്പോൾ ശബരിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ശബരി ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം മാഷ് ശബരിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട്, ശബരി, എന്നാലും നീ എന്നെ വിവരം അറിയിച്ചില്ലല്ലോ, ഞാൻ മരുമക്കളിൽ വെച്ച് ഏറ്റവും മകൻ്റെ സ്ഥാനത്ത് കണ്ടത് നിന്നെയാണ്, എന്നിട്ട് നീ എന്നോട് ഒരു വിവരം പറഞ്ഞില്ലല്ലോ എന്ന് പറയട്ടെ. ഇതേ സമയം അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മതി, എനിക്ക് എൻ്റെ മഞ്ചാടി മോളെ കാണണമെന്ന് പറയട്ടോ. അങ്ങനെ മാഷ് അകത്തോട്ട് കയറിയാണ്. ഈ സമയം അമ്പിളി അനുപമയും കാണുകയാണ്. ഈ സമയം മാഷ് തൻ്റെ മകൾ കിടക്കുന്ന ആ അവസ്ഥ കാണുമ്പോൾ മാഷിനെ നെഞ്ചു പൊട്ടുകയാണ് കേട്ടോ. എന്താ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ മാഷ് ഇങ്ങനെ ചോദിച്ചു തുടങ്ങുന്നു കേട്ടോ. അങ്ങനെ മാഷ് മഞ്ചാടിയുടെ അടുത്ത് നിന്ന് മോളെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ മാഷിന് തൻ്റെ മകളൊന്ന് കണ്ണ് തുറക്കാൻ വേണ്ടി പിന്നെയും ആവർത്തിച്ച് വിളിക്കുമ്പോൾ ഈ സമയം മഞ്ചാടി രഘു വന്ന് വിളിച്ച ആ ഫീലിംഗ് തന്നെ മഞ്ചാടിക്ക് വരികയാണ് കേട്ടോ. മഞ്ചാടി ചെറുതായി ഇങ്ങനെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നു, ശ്വാസത്തിനെ അടച്ചു വരുന്നു. അപ്പോഴായിരിക്കും മാഷിൻ്റെ തൊട്ടപ്പുറത്ത് സാവിത്രി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. സാവിത്രിയെ കണ്ട മാഷ് ആകെ ഞെട്ടാണ് കേട്ടോ. ഈ സമയം മാഷ് പറയും, അല്ല ഇതാരാ, അത് സച്ചിയുടെ ഭാര്യയല്ലേ, സച്ചിയുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യം മാഷ് അങ്ങ് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ നേഴ്സ് പറയും, അതെ, നിങ്ങളുടെ മകൾക്ക് ബ്ലഡ് കൊടുക്കാൻ വന്ന പേഷ്യൻ്റാണ് എൻ്റെ മകൾക്ക് ഇവർ ബ്ലഡ് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ മകൾക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേ സമയം എൻ്റെ മോൾക്ക് അതിന് മാത്രം എന്താ പറ്റിയത്, അതിന് മാത്രം ബ്ലഡ് പോവാൻ, നിങ്ങളുടെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന മോശം ആകെ തകരാണ്. തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. തനിക്ക് ഒരു തളർച്ച ഘട്ടത്തിൽ എപ്പോഴും സച്ചിയാണല്ലോ തൻ്റെ കൂടെ വന്നിരിക്കുന്നത്, എന്നിട്ടും താൻ സച്ചിയെ ആട്ടിപ്പുറത്താക്കുന്നത് വളരെ മോശമാണെന്നുള്ള ആ ഒരു ഇത് മാഷിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങാനായിട്ട്. തൻ്റെ മകൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ സച്ചിയോട് താൻ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു, എന്നിട്ട് പോലും സച്ചിക്ക് ദേഷ്യമോ വാശിയോ ഒന്നുമില്ലാതെ സച്ചിയുടെ ഭാര്യ തൻ്റെ മകൾക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നിരിക്കുന്നു എന്ന ആ മാനസികാവസ്ഥയിൽ ഇങ്ങനെ നോക്കാനായിട്ടോ. ഈ സമയം മാഷിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. മാഷ് ആകെ തകർന്നു പോവാണ്. അങ്ങനെ മാഷ് പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ടാണ്. എന്നാൽ ഈ സമയം മാഷ് ആകെ തകർന്നിരിക്കുമ്പോൾ മക്കളെല്ലാവരും അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ മാഷിന് എന്ത് പറയണമെന്നറിയാതെ മാഷ് ആകെ തളർന്നിരിക്കുകയാണ്. മാഷ് തൻ്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് ബ്ലഡ് കൊടുക്കുന്ന സച്ചിയുടെ ഭാര്യ, എന്തൊരു ഈശ്വരൻ്റെ എന്തൊക്കെ കളികളാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം രഘു ആണെങ്കിലോ വിനയൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും. വിനയന് ബോധം വന്നു ഡോക്ടർ വന്ന് പറയുന്നു. അങ്ങനെ രഘു അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പിന്നീട് വിനയനെ അങ്ങ് രഘു തൂക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയും, ഡാ, നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ ഇത്രയും മോശം പ്രവൃത്തി ചെയ്തിട്ടും നിൻ്റെ സ്വന്തം പെങ്ങളായി കണ്ട അവളെ നീ കയ്യിൽ ഇത്രയും വലിയൊരു തെളിവ് വെച്ചിട്ടും നീ അത് ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന ഞങ്ങളുടെ മഞ്ചാടിയെ നീ മരണത്തിലോട്ട് വിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് രഘുവിനെ അങ്ങ് അടിക്കാൻ ഓങ്ങാണ് കേട്ടോ. ഇതേ സമയം ദാസ് പറയാണ്, നിനക്കിത് കിട്ടേണ്ടത് അർഹതയുണ്ട്, നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു, നീ നിൻ്റെ സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ നോക്കിയവനാണ്, പണത്തിന് വേണ്ടി നീ ഭാര്യയെ പോലും വിറ്റുകൊടുക്കും, അത്ര വൃത്തികെട്ടവനും നെറികെട്ടവനുമാണ് നീ, എന്നിട്ട് നീ ഇത്രയും വലിയൊരു തെളിവ് കയ്യിൽ കിട്ടിയിട്ട് നീ ആരോടും പറയാതെ പണത്തിന് വേണ്ടി ഒളിച്ചു വെച്ചതിന് ശിക്ഷ ദൈവം നിനക്ക് തന്നു, ഇത് നീ അനുഭവിക്കേണ്ട ശിക്ഷ തന്നെയാണെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം രഘു ഇവനെ ഇങ്ങനെ ഒന്നല്ല ചെയ്യേണ്ട, ഇവനെ ഇഞ്ചിഞ്ചിയായി കൊല്ലണമെന്ന് പറഞ്ഞുടൻ തന്നെ ദാസ് പറയാണ്, ഇവൻ അതിന് പ്രതിയായി നിന്നില്ല, അതുകൊണ്ട് ഇവനെയും പോലീസ് വെറുതെ വിടില്ല. അയ്യോ, എന്നെ പോലീസിനൊന്നും പിടിപ്പിക്കരുത്, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ നല്ലപോലെ ജീവിച്ചോളാം എന്ന് വിനയൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോഴൊന്നും അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ.
ആ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ ദേഷ്യത്തോടു കൂടി രഘു, നിനക്കിനി വരാൻ കിടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഭാര്യ തന്നെ തീരുമാനിക്കട്ടെ. ചീരു വരും, ചീരു വരുമ്പോൾ നിനക്ക് അതിനുള്ള ശിക്ഷ ചീരു തന്നെ തരുമെന്ന് പറയാണ്. എന്നാൽ ഈ സമയം ചീരു തൻ്റെ അനിയത്തിയെ കാണാൻ ഓടിയെത്തണം കേട്ടോ. അങ്ങനെ ചീരു, എന്താണ് നമ്മുടെ മഞ്ചാടി മോൾക്ക് പറ്റിയത്, എന്താണ് നമ്മുടെ മഞ്ചാടി മോൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ആർക്കാർക്കും വാക്കുകളില്ല. എന്നാൽ ധനൻ്റെ വായിൽ നിന്ന് പോവും. ധനം പറയും, മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ആകെ പകച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം മാഷ ആകെ തകരാണ്. തൻ്റെ കുഞ്ഞ് തന്നെ തോൽപ്പിച്ചിരിക്കുന്നു. താൻ എപ്പോഴും അഭിമാനത്തോടു കൂടി കൈപ്പിടിച്ച് ഉയർത്തിയിരിക്കുന്ന തൻ്റെ മകൾ എന്തും നേരിടാനുള്ള കഴിവുണ്ട്, എന്തിനും കഴിവുണ്ട് എന്ന് പറഞ്ഞ തൻ്റെ മകൾക്ക് ഇത്രയും വലിയ ഒരു തകർച്ച വരാൻ എന്താണ് കാരണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ദയ അവിടെ വരികയാണ്. ദയ മാഷിനോട് പറയണേ, അച്ഛാ, നമ്മുടെ മഞ്ചാടി ഇന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണം ആ ഗോകുല് തന്നെയായിരിക്കും. ആ ഗോകുലിനെ കുറിച്ച് ഓർത്തിട്ട് അതിനെക്കുറിച്ച് കോളേജിൽ ഇനി വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് പറയാൻ പറ്റില്ല. ഗോകുലായിരിക്കും ഇതിൻ്റെ പ്രശ്നക്കാരൻ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ മാഷ് അങ്ങ് പകച്ചു പോവാണ് കേട്ടോ. മാഷ് മഞ്ചാടിയെ ദയയെ പോലെ തന്നെ മാഷിൻ്റെയും മുഖം മാറി തുടങ്ങുകയാണ് കേട്ടോ. ശരിയായിരിക്കാം, ഒരു പക്ഷേ അത് ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം സച്ചിയുടെ ഭാര്യയെ എൻ്റെ മകൾക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നത്, അത് സത്യം തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞ് മാഷ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ശരിയാണ് എൻ്റെ ദയമോള് പറഞ്ഞത്, ശരിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒപ്പം നിന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി വഞ്ചിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് മാഷ് പൊട്ടിത്തെറിക്കുമ്പോൾ ദാസ് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങാനായിട്ട്. അപ്പോൾ ദാസിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നിലയും നൽകില്ല. എന്നാൽ ഈ സമയം ഇനി മാഷിനോട് രഘു തന്നെ പറയും, അമ്മാവ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ ഇതാണ്. അപ്പോഴേക്കും ചീരു ഇപ്പുറത്ത് നിന്ന് പറയാണ്, അച്ഛാ, ഇതാണ് സത്യം. ഞാൻ വിനയേട്ടൻ്റെ അടുത്തോട്ട് പോയത് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ എനിക്ക് ഭർത്താവായി കിട്ടിയതും എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായാലും എനിക്ക് വലിയ ഖേദമുണ്ട്. എന്ത് ചെയ്യാൻ, എൻ്റെ വിധി, എൻ്റെ കുഞ്ഞുങ്ങളുടെയും വിധി ആ മനുഷ്യൻ്റെ കയ്യിൽ. നമ്മുടെ മഞ്ചാടിയെ ഇന്നിപ്പോൾ ഈ ബെഡിൽ എത്തിച്ചതിൽ ആ മനുഷ്യനാണ് വലിയ പങ്ക് എന്ന് ചീരു പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് ആകെ പകച്ചു പോവാണ്. എന്താ നിങ്ങളെല്ലാവരും കൂടി പറയുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്താ എന്ന് മാഷു പറയുമ്പോൾ ദാസു പറയും, നിൻ്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം ആ ജീവരാജ് തന്നെയാണ് എന്ന് പറയുമ്പോൾ മാഷിൻ്റെ ഉള്ളിൽ ആ ജീവരാജ് പറഞ്ഞ ആ ഒരു ഇത്, മാഷ് സങ്കടപ്പെടേണ്ട, മാഷിൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ ആ വാക്കുകൾ തൻ്റെ തലയിലൂടെ ഓടുകയാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടി അന്ന് ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, ചോദിക്കാനും പറയാനും ചെയ്യാനുമുണ്ട് എന്ന് പറഞ്ഞ ആ വാക്കുകളും എല്ലാം കൂടി ഓർക്കുമ്പോൾ മാഷിന് മനസ്സിലാവണം ഇതിൻ്റെ ബാക്കിൽ ജീവരാജ് തന്നെയെന്ന്. അങ്ങനെ കഥകളെല്ലാം മാഷിനോട് രഘുവും ദാസും മാറി അനുപമയും മാറി പറയണേ, നമ്മുടെ മഞ്ചാടി മോള് ഈ ഒരു ഇതിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ജീവരാജ് തന്നെ. ഇനി മഞ്ചാടി കണ്ണ് തുറക്കട്ടെ, മഞ്ചാടി കണ്ണ് തുറന്നിട്ട് മതി അച്ഛാ സാവിത്രി ആൻറ്റിയെയും സച്ചിയെയും ഇനി വഴക്ക് പറയുന്നത്, അതിലേ അർത്ഥമുള്ളൂ. അല്ലാതെ വെറുതെ ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയണ്ടോ. അങ്ങനെ മഞ്ചാടിയെ രക്ഷിക്കാൻ സാവിത്രിയും സച്ചിയും തന്നെ എത്തുന്നു. കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ സാവിത്രി തനിക്ക് ബ്ലഡ് തന്നായി മഞ്ചാടി കാണുന്നു. കുറ്റബോധത്തിൻ്റെ നാളുകൾ മഞ്ചാടിക്ക് എത്തിത്തുടങ്ങുന്നു. എന്നാൽ ഈ സമയം ഗോകുലും അതുപോലെ തന്നെ ജീവരാജിനെ പിടിക്കപ്പെടുകയും ഗോകുൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഗോകുൽ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ സച്ചിയും കുടുംബവും ഒന്നിച്ചു ചേരാൻ പോവാണേട്ടാ. ഇനി മാഷിൻ്റെ തകർച്ച കഴിഞ്ഞു, ഇനി ഉയർച്ച തന്നെയാണ്. ഇനി വിനയൻ്റെ കാര്യം മാഷ് തന്നെ തീരുമാനിച്ചോളും, മാഷ് തന്നെ പറഞ്ഞോളും. കടക്കട പുറത്ത് എന്ന് പറയുന്ന ആ എപ്പിസോഡുകളിൻ്റെ നാളുകൾ എത്തി തുടങ്ങിയിട്ടോ.